മുത്തശ്ശി മുത്തശ്ശി ഇന്ന് എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? ആ പറയാലോ. മുത്തശ്ശി മോന് ഇന്ന് നല്ലൊരു കഥ പറഞ്ഞു തരാം. ഇങ്ങോട്ട് വാ മോനെ. എന്നാ മുത്തശ്ശി ഒരു കഥ പറഞ്ഞു തുടങ്ങട്ടെ. കാട്ടിൽ മിക്കു എന്നു പേരുള്ള ഒരു കുരങ്ങനുണ്ടായിരുന്നു. ആ കുരങ്ങൻ അച്ഛൻ ഒരു പുതിയ കുട വാങ്ങിക്കൊടുത്തു. ചിത്രപ്പണികളുള്ള ഒരു ഉഗ്രൻ കുട. അത് നിവർത്തിപ്പിടിച്ച് മിക്കു കുരങ്ങൻ ഗമയിൽ നടപ്പു തുടങ്ങി. വലിയ പൊങ്ങച്ചക്കാരനാണ് മിക്കു കുരങ്ങൻ. മാത്രമല്ല മഹാമണ്ടനും. പത്രാസു കാട്ടാൻ ഒരു തക്കം കിട്ടിയാൽ അവനുണ്ടോ പാഴാക്കുന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞ് കുട ചുരുക്കാൻ നോക്കിയപ്പോഴല്ലേ രസം. അത് ചുരുക്കാൻ പറ്റുന്നില്ല. പുത്തൻ കുടയാണെന്ന് പറഞ്ഞിട്ടെന്താ, ചുരുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മോശല്ലേ. മിക്കു കുരങ്ങന് സങ്കടത്തോടെ നിവർത്തിയ കുടയും കൊണ്ട് നടപ്പായി. എന്നിട്ട് ഇതെല്ലാം പൂവാലൻ എണ്ണാൻ കണ്ടിരുന്നു. പൂവാലൻ എണ്ണാൻ മിക്കുവിനോട് ചോദിച്ചു, എന്താ മിക്കു മഴക്കാലത്ത് നടക്കും പോലെ കുടയും ചൂടി നടക്കുന്നത്? അത് കേട്ടപ്പോൾ മിക്കുവിന് നാണമായി. പൂവാല, എനിക്ക് ഇളവയിൽ കൊണ്ട് നടക്കണമെന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാനാ, എൻ്റെ കുട ചുരുക്കാൻ പറ്റുന്നില്ല, മിക്കു പറഞ്ഞു. അത് കേട്ട് പൂവാലൻ അണ്ണാൻ ഉള്ളിൽ ചിരിച്ചു. 2-3 ദിവസമായി രാവും പകലും മിക്കു കുടയും ചൂടി നടക്കുന്നത് അവനും കണ്ടതാണ്. ഈ മണ്ടച്ചാരുടെ പൊങ്ങച്ചം തീർക്കാൻ ഇത് തന്നെ തക്കം, പൂവാലൻ കരുതി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇളവയിൽ കൊള്ളാൻ അത്ര കൊതിയാണോ നിനക്ക്? എങ്കിൽ ഞാനൊരു വഴിയുണ്ടാക്കി തരാം. ഇത്രയും പറഞ്ഞ് പൂവാലൻ അണ്ണാൻ വേഗം കുടയുടെ മുകളിലേക്ക് ചാടിക്കയറി. എന്നിട്ട് അതിൻ്റെ ശീലയിൽ കരുകുരാ കടിച്ച് വമ്പൻ ദ്വാരങ്ങളുണ്ടാക്കി. ഇനി കുട ചുരുക്കിയില്ലെങ്കിലും ഇഷ്ടം പോലെ ഇളവയിൽ കൊള്ളാമല്ലോ, പൂവാലൻ പറഞ്ഞു. നന്ദി ചങ്ങാതി, മിക്കു കുരങ്ങൻ പറഞ്ഞു. ആ മരമണ്ടൻ പിന്നെ കീറക്കുടയും കൊണ്ടായി നടപ്പ്. അപ്പോഴേക്കും ആകാശം ഇരുണ്ടു. താമസിയാതെ ചന്നം ഭിന്നം മഴ പെയ്യാൻ തുടങ്ങി. കുടയിലെ വമ്പൻ ദ്വാരങ്ങളിലൂടെ മഴവെള്ളം മിക്കു കുരങ്ങന്റെ ദേഹത്തു വീണു. കുടയുണ്ടായിട്ടെന്താ, കൊന്നിക്കുരുവിനോളം പോലും ബുദ്ധിയില്ലാത്ത മിക്കു കുരങ്ങൻ മഴ നനഞ്ഞും കരഞ്ഞും വീട്ടിലേക്ക് നടന്നു. മിക്കു ഒരു മണ്ടൻ തന്നെ. എനിക്ക് കഥ ഒത്തിരി ഇഷ്ടായി. എന്നാ ഇനി മോൻ പോയി കളിക്ക്, മുത്തശ്ശി ഒന്ന് വിശ്രമിക്കട്ടെ.